അതെ, ഹൈടെക്കും എ ഐയും കൂടെ ചേർന്ന് നാട് കുട്ടിച്ചോട്ടറാക്കുന്ന മട്ടാ കാണുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇപ്പോൾ വരുന്ന വാർത്തകൾ അതിനൊക്കെ ഒരു ഉദാഹരണമായിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിടന്ന് കറങ്ങുന്ന ഒരു ന്യൂസാണ് ഹൈടെക് കോപ്പിയടി എന്നുള്ളത്. ഹൈടെക് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഹൈടെക് മോഷണം എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതാദ്യമായിട്ടാണ് ഹൈടെക് കോപ്പിയടി. എന്താണല്ലേ, ഒന്ന് കണ്ടു നോക്ക്. കണ്ണൂരിലെ PSC ഹൈടെക് കോപ്പിയടി കേസിൽ പിടിയിലായ സഹദ് ഇതിനു മുമ്പ് 4 പരീക്ഷകളിൽ സമാന രീതിയിൽ കോപ്പിയടിച്ചെന്ന് കണ്ടെത്തൽ. കോപ്പിയടിക്കായി ഉപയോഗിച്ച ലൈവ് ഡിവൈസുള്ള ക്യാമറയും മൈക്രോ ഇയർഫോണും വാങ്ങിയത് ഓൺലൈനിലൂടെയാണ്. സഹദിന്റെ കൂട്ടാളി സബീലിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. സബീലാണ് ക്യാമറയ്ക്ക് അപ്പുറത്ത് നിന്ന് സഹദിന് കൃത്യമായ ഉത്തരങ്ങൾ എത്തിച്ചു നൽകി. സഹദിന്റെ കൂട്ടാളിയായ സബീലിനെ ചോദ്യം ചെയ്തതോടെയാണ് കോപ്പിയടിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. ഷർട്ടിന്റെ ബട്ടണിൽ ഘടിപ്പിച്ച മൈക്രോ ക്യാമറയിലൂടെ സബീലിനാണ് സഹദ് ചോദ്യപേപ്പർ നൽകിയത്. പെർളശ്ശേരിയിലെ വീട്ടിലിരുന്ന് സബീൽ കാര്യങ്ങൾ നിയന്ത്രിച്ചു. അടിപൊളി. ഇപ്പോൾ പുതിയ പുതിയ സാധ്യതകളാണ് മലയാളിയുടെ തലയിലോടുന്നത്. അതെ, ഷർട്ടിന്റെ ബട്ടണിൽ മൈക്രോ ക്യാമറയും ചെവിയിൽ മൈക്രോ ബ്ലൂടൂത്തും. എന്താ അല്ലേ? ഇവരൊക്കെ ഉണ്ടല്ലോ, ഈ പരീക്ഷ എഴുതി ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും കറപ്ഷൻ എന്നൊരു വേർഡിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ അറിയാൻ പോകുന്നത്. ചെറുതൊന്നും ആയിരിക്കില്ല കേട്ടോ. അതും ഇതുപോലെ വല്ല ഹൈടെക് കറപ്ഷൻ എന്നും പറയേണ്ടി വരും നമ്മൾ. നാടോടുമ്പോൾ നടുവേ ഓടുന്നത് അത് ന്യായം. ഇതിപ്പോൾ അതിനും മുന്നേ ഓടണമെന്നാണെങ്കിൽ വീഴാൻ പോകുന്ന കൊളുത്ത് ചെറുതൊന്നും ആയിരിക്കില്ല കേട്ടോ. ഇതിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയാണ്. ഇതിനു മുന്നേ എന്തൊക്കെ പരീക്ഷകളിൽ എന്തൊക്കെ തിരിമറികൾ ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. എന്തോ ഭാഗ്യദോഷത്തിന് അവരെ പിടിച്ചു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളും അറിഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ ആയിരിക്കും നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ.